ഇതാണ് മക്കളെ അരക്ക് താഴെ തളർന്നു കിടക്കുന്ന ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഗുഡ് സമരിറ്റൻ റിഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെൻറ്റർ നിർമ്മിച്ച ഒരു വലിയ ബിൽഡിംഗാണിത്. ഇവിടെ അവർക്ക് പുനരധിവാസ കേന്ദ്രവും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, തൊഴിൽ പരിശീലനം, വിവിധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ വലിയ ബിൽഡിംഗ് ഇവിടെ നിർമ്മിച്ചിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ വെഞ്ഞരിപ്പ് കർമ്മമാണ്. ഒരുപാട് ഭിന്നശേഷിക്കാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. ഏകദേശം 3 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നതാണ്. അപ്പോൾ ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഇത്തരക്കാർക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നൽകുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. തളിപ്പറമ്പിൽ നിന്നും പെരുമ്പുഴയിലേക്ക് പോകുന്ന റോഡിൽ തലവിൽ എന്ന സ്ഥലത്തുനിന്ന് വലത്തോട്ടി ആ കാറ് പോകുന്ന റോഡിലേക്ക് പോയാലാണ് ഈ സെൻറ്ററിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ ഈ സെൻറ്ററിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. വലതുവശത്തേക്ക് കയറി പോവുകയാണ്. ഞാനും ഒരു വീൽ ചെയറിൽ കഴിയുന്ന അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു ഭിന്നശേഷിക്കാരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് അവിടെ പോകുന്നത്. ആ റോഡിൽ നിന്ന് വീണ്ടും വലതുവശത്തേക്ക് പോകുമ്പോഴാണ് സമരത്തിക്ക് ഈ കേന്ദ്രത്തിൻ്റെ ബോർഡ് കാണുന്നത്. നേരെ സെൻറ്ററിലേക്ക് കെട്ടിടത്തിൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞാൻ വാഹനത്തിലേക്ക് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ്. കുറേ ഭിന്നശേഷിക്കാരുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ മുൻവശത്ത് തന്നെ റാമ്പായിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെയും പിന്നെ ഈ ഭാഗത്തുമുണ്ട് റാമ്പ്, ഉള്ളിലേക്ക് കയറാനുള്ള സൗകര്യം. ഞാനങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ സെൻറ്ററിലത്തെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതാണ് ഞാൻ ആദ്യം തന്നെ കയറിയപാട് ഇതിൻ്റെ റൂം സെറ്റപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ആദ്യം പോയി കാണാൻ വേണ്ടിയിട്ട് നോക്കിയത്. ഞാൻ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫ്രണ്ട് നിന്നുള്ള കയറിയത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറിയത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കയറിയപാട് കാണുന്നത് ഭക്ഷണ ഹാളാണ്. ഇതാണ് ഭക്ഷണ ഹാള്. ഇവിടെയാണ് ഫുഡ് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സ്ഥലം. അവിടുന്ന് വീണ്ടും നേരെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഏണിയുണ്ട്, അതുപോലെ തന്നെ നല്ല റാമ്പും ഉണ്ട്. കൂടാതെ ഇവിടെ ഒരു പച്ച പരവതാനി വിരിച്ച എന്തോ ഒരു ഹാള് കാണുന്നുണ്ട്. അവിടത്തേക്കൊന്ന് കയറി നോക്കി. അപ്പോൾ അവിടെ കുറച്ച് വീൽ ചെയറൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വീൽ ചെയറും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസ് ആണോ എന്നറിയില്ല. എനിക്ക് തോന്നിയതാണ്. ഞാൻ അവരോട് ചോദിച്ചിട്ടൊന്നുമില്ല. എന്തായാലും ഈ ഹാള് എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഭംഗിയിൽ തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും മുന്നോട്ട് കയറുകയാണ്. ഇതിലെ കൂടെ നമുക്ക് വീണ്ടും ആ വന്ന സ്ഥലത്തേക്ക് തന്നെ പോകാം. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ കാണുന്നില്ലേ, നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് സൈഡിലേക്ക് ഇങ്ങനെ പിടിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള കൈവരിയൊക്കെ അതിമനോഹരമായി തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് എല്ലാ ഹാളിലേക്കും അതല്ല നടപ്പാതയിലൊക്കെ ഇത് ഇത്തരത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തായാലും അതും വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാം. ഇന്ന് വെഞ്ചരിപ്പ് കർമ്മമായതുകൊണ്ട് കുറേ അച്ഛന്മാരും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ തിരക്കാണ്. അവരെ ഇതാണ് പിന്നെ ഒരു കാത്തിരിപ്പ് കേന്ദ്രമാതിരി, അതാണ് ഓഫീസെന്ന് തോന്നുന്നു. അവിടെ കുറേ ആൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡോർമെറ്ററി എങ്ങനെയുണ്ട് നോക്കാം. ഏകദേശം ഒരു സൈഡിൽ 5 ബെഡും അപ്പുറ സൈഡിൽ 5 ബെഡും, അങ്ങനെ 10 ബെഡാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ബെഡ് പൊന്തിക്കാനും താക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. നേരെ പോകുമ്പോൾ പിന്നെ അവിടെ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റാണ്. 4 ഇവിടെ ക്രമീകരിച്ചിട്ടിരിക്കുന്നത്. ഏകദേശം കുഴപ്പമില്ല. ഇരുടായതുകൊണ്ട് ശരിക്കും ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ഇവിടെ സ്ത്രീകൾക്കാണ്, താഴെ സ്ത്രീകൾക്കാണ്, മുകളിലാണ് പുരുഷന്മാർക്കെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും കുഴപ്പമില്ല. താഴെയും കുറേ റൂമുകളുണ്ട്. ഇനി നമുക്ക് റൂമും കാണണം. അപ്പം മുകളിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം എന്താണ്. റാമ്പിലെ കൂടി മുകളിലോട്ട് പോവുകയാണ്. നമ്മൾ ഇലക്ട്രിക് വീൽ ചെയർ ആയതുകൊണ്ട് പിന്നെ അതിന് സഹായമൊന്നും ആവശ്യമില്ല. മേലോട്ട് പോകായി അടിപൊളിയായിട്ട് നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇലക്ട്രിക് വീൽ ചെയറിൽ ഒന്നും ചെയ്യില്ല, മുകളിലോട്ട് പോകാവുന്നതാണ്. അപ്പം മുകളിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ റൂമുണ്ട്. റൂം നമുക്കൊന്ന് പരിശോധിക്കാം എങ്ങനെയാണ് ഇവർ റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് റൂമിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് തന്നെ കാണുന്നതാണ് ബാത്റൂമും ടോയ്ലറ്റൊക്കെ വരുന്നത്. അവിടെ പോകുമ്പോഴാണ് റൂമിൻ്റെ 2 സൈഡിൽ ജനൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ കുഴപ്പമില്ല, നല്ല വീതി നീളമുണ്ട്. ഇതാണ് ബാത്റൂമും ടോയ്ലറ്റും. നമുക്ക് തുറന്നു നോക്കാം. ഉഷാറായിട്ടുണ്ട്. ബാത്റൂമും ടോയ്ലറ്റൊക്കെ കുഴപ്പമില്ല. അപ്പോൾ വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതുപോലത്തെ കുറേ റൂമുകളുണ്ട്.
അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഏകദേശം എല്ലാ റൂമുകളും. ഞാൻ എല്ലാ റൂമുകളും അതുകൊണ്ട് കാണിക്കുന്നില്ല, ഒറ്റ റൂം ശരിക്കും കാണുക. ബാക്കിയുള്ളത് നമുക്ക് ഹാളും പിന്നെ മുകളിലത്തെ പുരുഷന്മാരുടെ ഡോർമെറ്ററൊക്കെ കാണണം, അതും കൂടി കാണിക്കാം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വലിയ ഹാളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ചില സമയത്ത് ഫിസിയോതെറാപ്പിയോ തൊഴിൽ പരിശീലനമോ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇവിടെ കുറേ സ്കൂൾ കുട്ടികളും അച്ഛന്മാരൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇവിടെ ഇതാ ഒരുപാട് റൂമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് പുറത്തേക്കുള്ള ഒരു സീനാണ് രണ്ടാമത്തെ നിലയിൽ. ഇത് നല്ല ഇരിപ്പിടമൊക്കെ വെച്ച ഓപ്പൺ റൂമാണ്. അത് വന്നിരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരിക്കാനാണ് തോന്നുന്നത്. ഇത് വറാന്തയിലേക്കൂടെ നമ്മൾ പോവുകയാണ്. മേലേന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു ഹാളാണ് കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നെങ്കിലും തൊഴിൽ പരിശീലന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാളായിരിക്കാം. അപ്പോൾ ഇതേപോലത്തെ കുറേ ഹാളുണ്ട് ഇവിടെ. ഒരു ഹാൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. ഹാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ചെയ്യുകയാണ്. കുട്ടികളൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത് നോക്കുകയാണ് കേട്ടോ. ഓരോരോ കുട്ടികൾ ടാറ്റൊക്കെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. ഇവിടെ താല് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അവിടെയാണ് നമ്മളെ വീൽ ചെയറിൽ വന്നവരൊക്കെ അവിടെ താല് പരിപാടിക്ക് നിൽക്കുന്നുണ്ട്. അവിടെയാണ് വഞ്ചരിപ്പ് കർമ്മം ടി വിയിലേക്കൂടി അവിടെ കാണുന്നുണ്ട്. അപ്പോൾ താലോട്ടി മേലെ നിന്ന് താലോട്ടി നോക്കുമ്പോൾ ദൃശ്യമാണ്. തുറസായാലും മുകളിൽ വരെ തുറസായ ഒരു ഇതാണ്. ഇവിടെ വറാന്തയിലേക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മുമ്പോട്ട്. അപ്പോൾ ഇനി നമുക്ക് മുകളിലത്തെ നമ്മളെ ഇത് സ്കൂൾ കുട്ടികളാണ് ഇവിടെ ശ്രീകണ്ഠാപുരമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് ഇവിടുത്തെ ഒരു ഡോർമെറ്ററി നമുക്ക് കാണണ്ടേ. അപ്പോൾ ആ ഡോർമെറ്ററിയിലേക്ക് നമുക്ക് പോകാം. അടുത്തായിട്ട് നമ്മളെ ആണുങ്ങൾ ഡോർമെറ്ററി നമുക്ക് കാണാം. ഇത് ഹാളാണ്. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ പ്രാർത്ഥനാ ഹാളുണ്ട് കേട്ടോ. പ്രാർത്ഥനാ ഹാളും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഹാളായിരിക്കാം ഇത്. അതുകൂടാതെ കൂടുതൽ ആൾക്കാർ ഇനി പുനരധിവസിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഡോർമെറ്ററി ഒക്കെ ആക്കിയിട്ട് വെക്കാം. പിള്ളേരൊക്കെ ടാറ്റയും ഇതൊക്കെ കളിയൊക്കെ കാണിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നമുക്ക് ഭാവിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ആയിരിക്കാം, അതും പറയാൻ പറ്റില്ല. പിള്ളേരൊക്കെ ഇങ്ങനെ മടങ്ങുന്നുണ്ട്. പിന്നെ പിള്ളേരെ കുറേ കലാപരിപാടിയൊക്കെ ഉണ്ട്. സന്ധ്യയാകുമ്പോൾ ഒരു 10 മണി വരെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് പുരുഷന്മാരുടെ ഡോർമെറ്ററി. അത് മുകളിലാണ്. നമുക്ക് ഉള്ളിലേക്ക് എങ്ങനെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഉള്ളിലേക്ക് കയറുമ്പം താഴെ കൊടുത്ത മാതിരി തന്നെ 5 ബെഡ് ലെഫ്റ്റിലും 5 ബെഡ് റൈറ്റിലും. അതുപോലെ തന്നെ മുകളിലോട്ടി പൊന്തിക്കാനും താഴോട്ടി താക്കാനൊക്കെ ഉണ്ട്. അവിടെ റൈറ്റ് സൈഡിൽ ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതുപോലെ തന്നെ 4 ടോയ്ലറ്റും ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതും മോശമില്ല. അപ്പോൾ ഇപ്പോൾ കണ്ടിടത്തോളം കുഴപ്പമില്ല, അടിപൊളി തന്നെ സംഭവങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും ഞാൻ മുകളിലേക്ക് പോവുകയാണ്. ഇവിടെ രണ്ടാമത്തെ നില ഓപ്പൺ ആക്കിയിട്ടില്ല. ഓപ്പൺ എന്നല്ല, അതിൻ്റെ പ്രവൃത്തിയേ ഇല്ല. നോക്കാം എങ്ങനെയാണ് മുകളിലോട്ട് പോയിട്ട്. സുഖമായിട്ട് നല്ല ചെരുവിൽ തന്നെ റാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നില ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കാണാം. നല്ല അടിപൊളി കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഭാവിയിൽ ഒരുപക്ഷെ മുകളിലേക്ക് എടുക്കാം. അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇനി പരിപാടിയുള്ള സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കണ്ടോ, ഇവിടെയാണ് എല്ലാവരും കൂടിയിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല പല ജില്ലകളിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ട്. കാരണം ഒരു സന്തോഷമില്ല കാര്യമാണല്ലോ. നമുക്കൊക്കെ വളരെ സന്തോഷമാണ് ഇങ്ങനത്തെ ഒരു കേന്ദ്രം വരുന്നതിൽ. നമ്മളെപ്പോലെയുള്ളവരൊക്കെ ആരോഗ്യമില്ലാത്തവരൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ പറ്റുന്ന ഒരു സംവിധാനം, അതും പാവപ്പെട്ടവർക്കും ക്യാഷില്ലാത്തവർക്കൊക്കെ ഇങ്ങനെയുള്ള ഒരു ആശ്രയം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷം, മനസ്സ് നിറയുന്ന കാഴ്ചയും ഒരു ദിവസമൊക്കെയാണ് ഇത്. ഓക്കെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇതിനെപ്പറ്റി നമ്മളെ സുഹൃത്തുക്കളോട് ചോദിക്കാം. സൂപ്പറായിട്ടുണ്ട്. നല്ല ഏരിയ ഇത്രയും നാളുകൾ കൊണ്ട് ഇത്രയും സംരംഭം ആക്കിയ ബിനുവച്ചിന് ഒരുപാട് നന്ദി പറയാൻ. ഇനി ഉദ്ഘാടനം വന്നായിരുന്നോ? എങ്ങനെയാണ് പിന്നെ മേലേക്ക് കയറി നോക്കിയാ? ഞാൻ ടോപ്പിൽ കയറിപ്പോയി. നല്ല വ്യൂ, അടിപൊളി. വീൽ ചെയർ എല്ലായിടക്കും പോകും. നല്ല ഡിസൈനിങ് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി എപ്പോഴാണ് ഇതിന്റെ ഉദ്ഘാടനം പറഞ്ഞത്? ഉദ്ഘാടനം ഇന്ന് ഉദ്ഘാടനം എപ്പോഴാണ് പ്രവേശനം കൊടുക്കാം? അത് 3 മാസമാണ്. ചെറിയ കാര്യങ്ങൾ പ്രവേശനം ഉണ്ടോ? ആദ്യം എത്ര ആക്കണ്ടാവും പ്രവേശനം? 40 പേർക്ക് നഷ്ടം പറഞ്ഞു. കറക്റ്റായിട്ട് നമുക്ക് വെച്ചോണ്ട്. അപ്പോൾ നല്ല ഫ്രീ ആണോ? അല്ല ഫ്രീ ആണെന്ന് ഇതാ നമുക്ക് മുമ്പിൽ അപ്രകാരം ജീവിത യാഥാർത്ഥ്യങ്ങളോട് പൊരുതുന്ന ഒരുപാട് മനുഷ്യർ, അവരുടെ അനുഭവങ്ങൾ, അവർ നൽകുന്ന പാഠങ്ങൾ, വേദന
ഇത് ഭിന്നശേഷിക്കാരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥലമാണ്. ഇവർ ഒരുപാട് ഭിന്നശേഷിക്കാരിൽ നിന്നും ഇങ്ങനെയുള്ള സാധനങ്ങൾ ശേഖരിച്ചിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ചിത്രങ്ങളും വരക്കുന്ന ചിത്രങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഇവരുടെ ആംബുലൻസാണ്, സമരിറ്റൻ പാലിയേറ്റീവിൻ്റെ ആംബുലൻസാണ്. എന്താ പറയാനില്ല ഇന്നത്തെ പരിപാടിക്ക്? ഭിന്നശേഷിക്കാർക്ക് അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളോടുകൂടി ഉണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ നടന്നത്. ഉദ്ഘാടന ചടങ്ങാണ് നടന്നത്. അതല്ലേ? ഇനി ഭാവിയിൽ ഭിന്നശേഷിക്കാരുടെ തൊഴിൽപരമായ കാര്യങ്ങൾ, പിന്നെ നോക്കാൻ ആളില്ലാത്ത ഭിന്നശേഷിക്കാരെ ഇവിടെ താമസിപ്പിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള റിഹാബിലിറ്റേഷൻ, ഫിസിയോതെറാപ്പി അതുപോലുള്ള പരിപാടികളെല്ലാം ഇടാം വരുമെന്നാണ് ഇതിൻ്റെ ഡയറക്ടറായ വിനു പയ്യമ്പള്ളി അച്ഛൻ പറയുന്നത്. എങ്ങനെ മുകളിലൊക്കെ കയറി കണ്ടു? എങ്ങനെയുണ്ട്? പിന്നെ ഭിന്നശേഷി സൗഹൃദം ആണെന്ന് പറയാം. മുകളിലേക്ക് റാമ്പ് സൗകര്യമുണ്ട്, പിന്നെ ലിഫ്റ്റ് ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആവാൻ സാധ്യതയുണ്ട്. മറ്റ് സൗകര്യങ്ങളെല്ലാം കുഴപ്പമൊന്നുമില്ല. നല്ല എന്താണ് മേലേക്ക് കയറാൻ വേണ്ടി റാമ്പ് കണക്കന്നല്ലേ. പിന്നെ ഇതിൻ്റെ ഞാനൊക്കെ മേലേക്ക് കയറിയിട്ട് വന്നു. ഭിന്നശേഷി സൗഹൃദമായ സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയാണ്, മൊത്തത്തിൽ അടിപൊളി. അപ്പോൾ ഇന്ന് ഇത്രയും ആൾക്കാരൊക്കെ വന്നിരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ നിങ്ങൾ കണ്ട എല്ലാവരും ഇത് ഷെയർ ചെയ്ത് ഇത്തരം ഭിന്നശേഷിക്കാരിലെത്തിക്കുക. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം കണ്ണൂർ ജില്ലയിലൊക്കെ ഉണ്ട് എന്നും എല്ലാവരും അറിയട്ടെ. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലയിലുള്ളവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവർ ഇവിടെ പ്രവേശനം നേടട്ടെ. ഓക്കെ.